എന്താണ് പരിഹാരം? വെള്ളിയാഴ്ച ജുമഅക്ക് വന്നാൽ കുട്ടികൾ തട്ടിൻ്റെ മേലെ കയറിയിരുന്ന് വർത്താനം പറയുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അഭിപ്രായമുണ്ട്. എന്നാൽ ആ കുട്ടികളൊക്കെ വാപ്പുള്ളവർ തന്നെയാണ്. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒട്ടകം മാത്രമേ പാറൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഉമ്മ വെച്ചതാണ്, വാപ്പണ്ടേനും, അല്ലാത്തതില്ല. ജുമ്മ കഴിഞ്ഞിട്ട് പോകുമ്പോൾ പീടി കയറിയിട്ട് എന്താ ഇപ്പം ഈ ചെറുക്കന്മാരൊക്കെ ഒരു മട്ടം, വെള്ളിയാഴ്ച വന്നുകാണ്ട് പള്ളിൻ്റെ മേലെ കയറിയിരുന്ന് കണ്ട് ഒരു വർത്തമാനം പറയുകയാണല്ലോ എന്ന് പറയണ ആ വാപ്പ ഉച്ചക്ക് ചോറ് കഴിക്കാൻ പെരേക്ക് ചെല്ലുമ്പോൾ ഓൻ്റെ മകനെ കാണുമ്പോൾ ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയം എന്നോ തീരും. അതിന് തയ്യാറില്ല. അങ്ങാടിയിൽ നിന്ന് അഭിപ്രായം പറയാൻ മാത്രമേ തയ്യാറുള്ളൂ. ഇതാണ് സംഗതി. പൂച്ചക്കൂടി മനസ്സിലായി ഞാൻ എന്തോ കാര്യമായിട്ടൊരു വിഷയം പറയുന്നുണ്ട് എന്നുള്ളത്. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്താ കാട്ടുക? ഈ പള്ളിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് വർത്താനം പറയുന്ന കുട്ടികൾക്ക് മൊത്തത്തിൽ വാപ്പാരുണ്ട്. മിക്കവാറും നാട്ടിൽ തന്നെ ഉണ്ടാവും, വിദേശത്തൊന്നുമല്ല. ഓൽക്ക് ആ ഉച്ചക്ക് കുട്ടി ചോറ് കഴിക്കാൻ വരുമ്പോൾ അതൊക്കെ ഞാൻ പറയുമ്പോൾ ചെറുപ്പക്കാരെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമായിട്ടുള്ളത്, മോശപ്പെട്ട അഭിപ്രായക്കാരനല്ല ഞാൻ. യുവാക്കളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞു വരാമെന്നേ ഉള്ളൂ. ഉച്ചക്ക് ചോറ് കഴിക്കാൻ വേണ്ടി ആ കുട്ടി പെരേക്ക് വരും, ബാപ്പാൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഡൈനിങ് ഹാളിൽ ടേബിളിൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്ന് ചോറ് കഴിക്കുമ്പോൾ, ചോറ് വേയിക്കണം, അത് വേറെ കാര്യം, അങ്ങനെയാണ് ചോറ് വേയിക്കേണ്ടത്. അങ്ങനെ ചോറ് കഴിക്കുമ്പോൾ ഒന്ന് അവനാൻ്റെ മക്കളോട് ചോദിച്ചാൽ മതിയടാ മോനെ, ഇന്ന് വെള്ളിയാഴ്ച പള്ളിക്കല മേലൊന്നും വല്ലാതെ വർത്താനം കേട്ടിരുന്നു, വാപ്പാൻ്റെ കുട്ടി അതിലില്ലല്ലോ എന്നൊന്ന് ചോദിച്ചിരിക്കുകയാണെങ്കിൽ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അടുത്ത വെള്ളിയാഴ്ച ഓൻ അതിന് നിൽക്കൂല. പക്ഷെ ഒരു വാപ്പിയും ചോദിക്കാൻ തയ്യാറില്ല. ഓൻ ശനിയാഴ്ച അങ്ങാടിയിൽ വന്നിട്ട് വേണമെങ്കിൽ പറയും എന്താണ് ഇപ്പോൾ ഇവിടെ ജുമഅക്ക് വന്നാൽ എന്ന് പറഞ്ഞാണ്ട് 4 ഡയലോഗ് അടിക്കും. അതുകൊണ്ടൊരു കാര്യമില്ല. പ്രശ്നങ്ങൾ പറഞ്ഞിട്ടൊരു പ്രയോജനമില്ലല്ലോ. 50 കോടി രൂപയുടെ മദ്യമാണ് ഇക്കഴിഞ്ഞ ന്യൂ ഇയറിന് കേരളത്തിൽ വിൽപ്പന നടത്തിയത്. സാധാരണ 30 കോടിയുടെ കച്ചവടം ഉണ്ടാകുക, ന്യൂ ഇയറിൻ്റെ അന്ന് 50 കോടി റുപ്യൻ്റെ കച്ചവടം കേരളത്തിലുണ്ടായി എന്നാണ് പത്രത്തിൽ വന്ന കണക്ക്. കണക്ക് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, എന്താണ് പരിഹാരം എന്നതിനെക്കുറിച്ച് ആലോചിക്കണം. സംഗതി അമ്മക്ക് നമ്മളെ കുട്ടി വലുത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് ആവേണ്ടതും. നമ്മളെ കുട്ടി അമ്മക്ക് ഒരിക്കലും മോശമാകരുത്. അവനാൻ്റെ മക്കളെ പറ്റി അവനാന് മോശപ്പെട്ട അഭിപ്രായവും ഉണ്ടാകരുത്, അതൊക്കെ ശരിയാണ്. പക്ഷെ ശ്രദ്ധ എന്തായാലും വേണമല്ലോ. അത്തിപരസ്ഥാൻ്റെ അടുത്ത് ആരെങ്കിലും കുട്ടികളേറ്റ് വന്നിട്ട് ഇവൻ തീരെ പഠിക്കൂല എന്ന് പറഞ്ഞാൽ അപ്പം ചീത്ത അറിയും. അവനാൻ്റെ മക്കളെ പറ്റി അവനാനെ നല്ല അഭിപ്രായം ഇല്ലെങ്കിൽ പിന്നെ ആർക്കും ഉണ്ടാകുക എന്നാണ്. അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. ഇവൻ